ഇന്നലെ കളക്ടർ വിളിച്ചിരുന്നു. ഞാൻ ക്ലബിൽ വെച്ച് കണ്ടു. അഡ്വക്കേറ്റ് ബാലകൃഷ്ണൻ നാളെ എന്നെ ഒന്ന് കാണാൻ പറയണം. ശരി സാർ. സോഫി മോളോടെ ക്രിസ്മസ് ലീവിന് മനു വന്നിരിക്കല്ലേ? ഇനി നമ്മൾ എവിടെ കാണുമെന്ന് പറയണോ? സോഫി മോളെ കുറ്റം പറയണ്ട. ഒരു കാലത്ത് നമ്മളും അങ്ങനെ ആയിരുന്നല്ലോ. നേരത്തെ എത്തിയോ? വന്നിട്ട് ഒരുപാട് നേരമായോ? അങ്കിൾ എന്നും ബീച്ചിൽ വരാറുണ്ടോ? പപ്പയ്ക്ക് കടൽ വലിയ ഇഷ്ടമാണോ? തനിച്ചിരുന്ന് ഈ കടലിന്റെ സംഗീതം കേട്ട് വിദൂരതയിലേക്ക് നോക്കിയിരിക്കുക ഒരു രസമാണ്. ഇറ്റ് ഈസ് മൈ ഹോബി. അങ്കിളിന്റെ ഈ നേച്ചർ അനുകരിക്കാവുന്നതാണ്. അങ്ങനെയെങ്കിൽ പപ്പ എനിക്ക് വരാല്ലോ മനു. മനുവിനെ കിട്ടിയപ്പോഴേ സോഫി മോള് മമ്മിയും പപ്പയും മറന്നല്ലേ? ഒന്ന് പോ പപ്പ. ശരി, വേഗം പോയിക്കോളൂ. വീട്ടിലേക്ക് തന്നെ പോണം. എന്താ മനു? ഓക്കെ അങ്കിൾ. വരട്ടെ പപ്പ. ബൈ. പപ്പ പറഞ്ഞു കേട്ടില്ല, വീട്ടിലേക്ക് തന്നെ പോണം. ഡോണ്ട് വറി മിസ്റ്റർ മേനോൻ, എല്ലാം ഞാൻ ശരിയാക്കി തരാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു. മനു, നിന്റെ പഠിപ്പൊക്കെ ഒന്ന് വേഗം തീർക്കണം. എന്നിട്ട് വേണം സോഫി മോളെ നിന്നെ ഏൽപ്പിക്കാൻ. ഇല്ലേ റോസ്മേരി? അതെ അതെ. ആ, മോള് പോയി കിടന്നോ? നേരെ ഒരുപാടായി. ഓക്കെ പപ്പ. ഗുഡ് നൈറ്റ്. ബൈ. ഗുഡ് നൈറ്റ്. രണ്ടുപേരുടെയും മനസ്സിലിപ്പോ പള്ളിപ്പെരുന്നാളിന്റെ ബാൻഡുകളായിരിക്കും. നല്ല പൊരുത്തം. അതൊന്ന് പറയണോ? നിങ്ങളുടെ സെലക്ഷൻ ആവുമ്പോ ഞാനൊന്ന് ചോദിച്ചോട്ടെ? പെണ്ണും ചെറുക്കനും റെഡി. പക്ഷേ മനുവിന്റെ മമ്മിയുടെ ഒരു ആഗ്രഹം ബാലൻസ് നിൽക്കുന്നു. അവനൊരു ഡോക്ടർ ആവുക, അതവരുടെ വലിയ ആഗ്രഹമാണ്. അത് ഈ വർഷം ഓക്കെ, പിന്നെ തീരുമാനിക്കല്ല, അങ്ങ് നടത്താം. എന്താ? ഓക്കെ. ഇനി നീ പഠിച്ചത് മതി മോളെ, ഉറങ്ങാൻ നോക്ക്. ഓ, പപ്പയ്ക്ക് അങ്ങനെയൊക്കെ പറയാം. പപ്പയുടെ മോള് മിടുക്കിയാവണ്ടേ? പപ്പയ്ക്കറിയാം പപ്പയുടെ മോള് മിടുക്കിയാണെന്ന്. ഉറങ്ങ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഒരു സ്മോൾ കൂടി മതി ചായ. പ്ലീസ്. ഒരു സ്മോൾ എന്ന് ചോദിച്ചാ ഞാൻ തരില്ല കേട്ടോ. ഓക്കെ. ഹലോ, വെൽക്കം. ഹലോ. ഒരു സ്മോൾ എടുക്കട്ടെ? വേണ്ട വേണ്ട, ഞാൻ കഴിക്കാറില്ല. അങ്ങനെ പറയാതെ വേണ്ട. ഒറ്റ സ്മോള്. അങ്ങനെ പറയരുത്, എനിക്ക് വേണ്ട. ഒഴികെ ഒഴികെ. ഞാൻ ഇതുവരെ കഴിച്ചു. കമ്പനി സേക്കനല്ലേ? ഒന്നും പറയണ്ട മോനെ, ഇതങ്ങോട്ട് കഴിക്കേ. ഞാൻ പറയുന്നത് കേക്ക്. ചിയേഴ്സ്.
മറ്റുള്ളവരുടെ മനസ്സ് വായിച്ചറിയാനുള്ള ചേട്ടന്റെ വലിയ മനസ്സുണ്ടല്ലോ. യു ആർ റിയലി ഗ്രേറ്റ്. ഉം. ചേട്ടന്റെ കുടുംബജീവിതം കാണുമ്പോ സത്യത്തിൽ എനിക്ക് കൊതിയാവുന്നു. കുടുംബം മനുഷ്യന്റെ മർമ്മമാണെന്നാണല്ലോ ചേട്ടൻ പറയാറ്. ഷുവർ, മേരിയും ഞാനും രണ്ടല്ല, വി ആർ വൺ. അതുകൊണ്ടാണ് എന്റെ സമ്പാദ്യമെല്ലാം അവക്ക് ഞാൻ സമർപ്പിക്കുന്നത്. ഹലോ, പ്ലീസ് ബി സീറ്റഡ്. താങ്ക് യു. ആന്റണി ചേട്ടല്ലേ? പുറത്തു പോയല്ലോ. എന്താ? ഹോട്ടലിലെ ഹാഫ് ഇയർ ക്ലോസിംഗ് അക്കൗണ്ടിൽ ചില മിസ്റ്റേക്സ് ഉണ്ട്. മാനേജേഴ്സിന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുള്ളതാ. അറിയില്ല, ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചതാ. നിങ്ങളും ഒരു പാർട്ട്ണർ ആണല്ലോ. ആ, പിന്നെ സ്റ്റെല്ലയ്ക്ക് എങ്ങനെ? അവളുടെ സ്വർഗം മയക്കുമരുന്നാണ്. ഇന്നലെ കൂടി അവൾ എന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചപ്പോഴും എനിക്ക് തല്ലാനായില്ല. കാരണം ഞാൻ അവളെ അത്രയ്ക്ക് സ്നേഹിച്ചുപോയി. എന്റെ സ്റ്റെല്ലേ. നിങ്ങളെ ഭർത്താവായി കിട്ടിയത് സ്റ്റെല്ലയുടെ ഭാഗ്യം. നോ, അവളെ ഭാര്യയായി കിട്ടിയത് എന്റെ മഹാഭാഗ്യം എന്ന് പറയും. ആ, would you mind a cup of tea? വിത്ത് ഗ്രേറ്റ് പ്ലഷർ. ലക്ഷ്മി, ചായ എടുക്കൂ.